ചാവക്കാട്ടെ ഗ്രൂപ്പ് കൊലപാതകത്തിൽ നിലപാട് മാറ്റി പോലീസ്. ചാവക്കാട് നടന്നത് രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്ന് പോലീസിന്റെ എഫ്ഐആർ. കൊലപാതകം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് മൂലമെന്നും പോലീസ് പറയുന്നു. ഹനീഫയെ കുത്തിയത് ഷമീർ എന്നും സാക്ഷിമൊഴി. തടയാനെത്തിയവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിളിന് ലഭ്യമായി. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളാണ് ഹനീഫയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. ഹനീഫയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഒരു സംഘം ഐ ഗ്രൂപ്പ് പ്രവർത്തകർ വീട്ടിലേക്കെത്തിയത്. തുടർന്ന് അഫ്സൽ, അൻസാർ, ഫസൽ എന്നിവർ ചേർന്ന് ഹനീഫയുടെ കൈകൾ പുറകിലേക്ക് ബന്ധിച്ചു. തുടർന്നാണ് ഷമീർ ഹനീഫയുടെ നെഞ്ചിൽ കുത്തിയതെന്നും സാക്ഷിമൊഴി വ്യക്തമാക്കുന്നു. തടയാനെത്തിയവരെയും പ്രതികൾ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഹനീഫ പ്രവർത്തിച്ചതാണ് കൊലയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ പ്രതികരണം. ഇതോടെ അന്വേഷണ സംഘത്തിനെതിരെ ഹനീഫയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. ഐ ഗ്രൂപ്പ് നേതാക്കൾ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ആരോപണം. പിന്നാലെയാണ് നിലപാട് മാറ്റി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നത്. കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായതോടെ അന്വേഷണം ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപനിലേക്കും നീങ്ങുമെന്നുറപ്പായി. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ഗോപപ്രതാപനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് AI ഗ്രൂപ്പ് സംഘർഷം സംസ്ഥാന തലത്തിലേക്ക് വളർന്നു. ഐ ഗ്രൂപ്പുകാരനായ മന്ത്രി CN ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിസഭാ യോഗത്തിൽ നിന്നും CN ബാലകൃഷ്ണൻ വിട്ടുനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൃശൂർ ജില്ലയിലെ 3 പരിപാടികളിൽ പങ്കെടുത്തിട്ടും ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കൊല്ലപ്പെട്ട എ ഗ്രൂപ്പ് നേതാവ് ഹനീഫയുടെ വീട്ടിലെത്തിയില്ല. സന്ദർശനം വേണ്ടെന്ന് വെച്ചത് മാധ്യമ ശ്രദ്ധ ഒഴിവാക്കാനും പ്രദേശത്തെ സംഘർഷങ്ങൾ കണക്കിലെടുത്തുമെന്ന് സൂചന. മുഖ്യമന്ത്രി ഹനീഫയുടെ വീട്ടിലെത്താത്തതിൽ ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ അതൃപ്തി അറിയിച്ചു. ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി കൊല്ലപ്പെട്ട എ ഗ്രൂപ്പ് നേതാവ് ഹനീഫയുടെ വീട് സന്ദർശിക്കാതെ മടങ്ങിയ സംഭവം പ്രാദേശിക എ ഗ്രൂപ്പ് നേതാക്കളിൽ അമ്പരപ്പുളവാക്കി. 3 പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉമ്മൻചാണ്ടി കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ എത്താതിരുന്നത് ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണെന്നാണ് സൂചന. കൊടുങ്ങല്ലൂരിൽ 400 കോടിയുടെ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം, നാട്ടികയിലെ ചേർപ്പ് പഞ്ചായത്തിന്റെ പൊതുപരിപാടി, മരത്താക്കര പഞ്ചായത്തിന്റെ പ്രഖ്യാപന ചടങ്ങ് എന്നിവയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് മരിച്ച എ ഗ്രൂപ്പുകാരനായ ഹനീഫയുടെ വീട്ടിലെത്തിയാൽ പ്രദേശത്തുണ്ടാകാവുന്ന ചലനങ്ങൾ കണക്കിലെടുത്താണ് സന്ദർശനം ഒഴിവാക്കിയതെന്നാണ് സൂചന. മുഖ്യമന്ത്രി വീട്ടിലെത്തിയാൽ മാധ്യമ ശ്രദ്ധയെത്തുമെന്നും തുടർന്നുണ്ടായേക്കാവുന്ന സാഹചര്യങ്ങൾ ജില്ലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയേക്കുമെന്ന ആശങ്കയുമാണ് സന്ദർശനം ഉപേക്ഷിക്കാൻ പ്രേരകമായത്. എന്നാൽ ഏറെ നേരം ജില്ലയിൽ ചെലവഴിച്ച മുഖ്യമന്ത്രി ഹനീഫയുടെ വീട് സന്ദർശിക്കാതെ മടങ്ങിയതിൽ പ്രാദേശിക എ ഗ്രൂപ്പ് നേതാക്കൾ അതൃപ്തി അറിയിച്ചതായാണ് ഗ്രൂപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുത്ത പരിപാടികളിൽ നിന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ വിട്ടുനിന്നു. തൃശൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചെന്ന് ഐ ഗ്രൂപ്പ് വൃത്തങ്ങൾ. പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നത് സുഖമില്ലാത്തതിനാലാണെന്ന് CN ബാലകൃഷ്ണന്റെ വിശദീകരണം. ചാവക്കാട് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനത്തിനെതിരെ ഐ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച DCC പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന ഐ ഗ്രൂപ്പ് നിലപാടെടുത്തു. തൊട്ടു പിന്നാലെയാണ് ജില്ലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുത്ത പരിപാടികളിൽ നിന്ന് ഐ ഗ്രൂപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ വിട്ടുനിന്നത്. കൊടുങ്ങല്ലൂരിലും ചേർപ്പിലും മരത്താക്കരയിലുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ആദ്യ പരിപാടിയിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി CN ബാലകൃഷ്ണൻ മറ്റ് 2 പരിപാടികളിലും മുഖ്യാതിഥിയായിരുന്നു. എന്നാൽ ജില്ലയിലുണ്ടായിരുന്ന മന്ത്രി പരിപാടികൾ ഒഴിവാക്കുകയായിരുന്നു. സുഖമില്ലാത്തതിനാലാണ് പരിപാടികളിൽ എത്താതിരുന്നത് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രാദേശിക ഗ്രൂപ്പ് തർക്കങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് വളർന്നതിന്റെ വ്യക്തമായ സൂചന നൽകിയാണ് മന്ത്രി CN ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊല്ലത്ത് തോട് നവീകരണത്തിനായി കുടിയൊഴിപ്പിച്ച കുടുംബങ്ങൾ തീരാദുരിതത്തിൽ. തോടിന് ഇരുവശവും താമസിച്ചിരുന്ന മുണ്ടയ്ക്കൽ സ്വദേശികളായ 35 കുടുംബങ്ങളാണ് വീട് നഷ്ടപ്പെട്ടു പോകാൻ മറ്റൊരിടമല്ലാതെ തെരുവിൽ കഴിയുന്നത്. വീട് നഷ്ടപ്പെടുന്നവർക്ക് പകരം ഫ്ളാറ്റ് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമേ ഫ്ളാറ്റ് അനുവദിച്ചു നൽകിയിട്ടുള്ളൂ. താക്കോല് കയ്യിൽ തരും, വീട് ആദ്യം പൊളിക്കട്ടെന്ന വില്ലേജ് ഓഫീസറും എല്ലാവരും പറഞ്ഞത്, എല്ലാ സാറുമാരും. എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും തരാൻ ഞങ്ങൾ റോട്ടിൽ തെരുവിൽ കളഞ്ഞിട്ട് പോയിരിക്കുക. ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോയി കിടക്കണം? എനിക്ക് 10 വയസ്സുള്ളൊരു മോളുണ്ട്, ഒരു 13 വയസ്സുള്ളൊരു മോനുണ്ട്. ഞങ്ങൾ എവിടെ പോയി കിടക്കണം? ഞങ്ങൾ ആ റോട്ടിനകത്താണ് കിടക്കുന്നതും കഞ്ഞി വെക്കുന്നതൊക്കെ. ഞങ്ങൾക്കൊരു ഇത് ചെയ്യണമെന്ന് സാർമാരുടെ അടുത്തെല്ലാം അപേക്ഷിക്കുന്നു. വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ 10 ദിവസമായി മക്കളെയും കൂട്ടി തെരുവിൽ കഴിയേണ്ടി വന്ന വീട്ടമ്മയുടെ വാക്കുകളാണിത്. കൊല്ലം തോടിന്റെ നവീകരണത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിച്ച 35ഓളം കുടുംബങ്ങളാണ് ഇങ്ങനെ തെരുവിൽ കഴിയുന്നത്. കൊല്ലം തോടിന് സമീപം കഴിഞ്ഞിരുന്ന മുണ്ടക്കൽ പാലം മുതൽ ഇരവിപുരം വരെയുള്ളവരാണ് ഇങ്ങനെ പെരുവഴിയിലായത്. വീട് നഷ്ടപ്പെടുന്നവർക്ക് ഫ്ളാറ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ലഭിച്ചത് കുറച്ചു പേർക്ക് മാത്രം.
രാഷ്ട്രീയ സ്വാധീനമുള്ളവർ മാത്രം ഫ്ളാറ്റുകൾ നേടിയെടുത്തെന്നാണ് ഇവർ പറയുന്നത്. പദ്ധതി ആരംഭിക്കുമ്പോൾ ഉണ്ടാക്കിയ പട്ടിക പ്രകാരമാണ് ഫ്ളാറ്റുകൾ അനുവദിച്ചുവെന്നാണ് അധികാരികളുടെ ഭാഷ്യം. കുറച്ചുകാലം കാത്തിരുന്നാൽ ഫ്ളാറ്റ് ലഭിക്കുമെന്നാണ് സ്ഥലം MLA ആയ A. അസീസ് പരാതിയുമായി എത്തിയവരോട് പറഞ്ഞത്. സുരക്ഷിതത്വമൊന്നുമില്ലാതെ റോഡരികിൽ തന്നെ കഞ്ഞിവെച്ച് എത്ര കാലം കഴിയണമെന്നറിയാതെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.